ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം carrying a uniformly distributed load W per unit length over the entire span L. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം സിംപ്ലി സപ്പോർട്ടഡിൽ പോയിന്റ് ലോഡ്സ് വരുന്ന കേസുകളായിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ UDL വരുവാണ്, യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന, അതിൻ്റെ ഫുൾ സ്പാനിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ലോഡ് വരുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay, draw the shear force and bending moment diagrams for a simply supported beam carrying a uniformly distributed load W per unit length over the entire span L. Okay, അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് തന്നു. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ നമുക്ക് ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീമാന്ന് പറഞ്ഞു. സിംപ്ലി സപ്പോർട്ട് ബീം ആകുമ്പോൾ അതിൽ ഒരു എൻഡ് ഹിഞ്ചഡ് ആയിരിക്കും, ഒരു എൻഡ് റോളർ ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഫുൾ സ്പാനിൽ UDL ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ UDL റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്കറിയാലോ, ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, UDL അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് W പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, W പെർ മീറ്റർ ലെങ്ത്തിലാണ് ആ ലോഡിന് സെയിം ആയിട്ട് നിൽക്കുക, ഹോൾ ലെങ്ത്തിൽ സെയിം ആയിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് W ആണ്. ഇതിൻ്റെ സ്പാൻ L ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഫിഗർ വരിക. അപ്പോൾ AB എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് സപ്പോർട്ടുകൾ നെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫിഗർ വരച്ചു. ഫിഗർ വരച്ചിനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോളൂ. ഇതിന്റെ കറക്റ്റ് ഹാഫിൽ, ഓക്കെ, ഇപ്പോൾ L/2 ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, L/2 ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെയുള്ളത് അല്ലേ. ദാറ്റ് മീൻസ് ലോഡിന്റെ കേസിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെയുള്ളത്. അതുപോലെ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈ എൻഡിൽ ഉണ്ടാവുമെങ്കിലും ഹൊറിസോണ്ടൽ ലോഡ് ഇല്ലാത്തത് കൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അതായത് ഹിഞ്ച് സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ റിയാക്ഷനും കൂടെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഹൊറിസോണ്ടൽ ലോഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻ വിൽ ബി 0 at A. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് എയിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ VA എന്നും ബിയിലുള്ള വെർട്ടിക്കൽ റിയാക്ഷനെ VB എന്നും പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സെയിം ആണ് അല്ലേ, ഒരേപോലെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ VA VB സെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾ മുന്നേ നോക്കിയിരുന്നല്ലോ പോയിന്റ് ലോഡിലൊക്കെ അതുപോലെ സിമെട്രിക്ക് വരുമ്പോൾ ആ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ 2 ആണ് അതിന്റെ റിയാക്ഷൻ ആയിട്ട് വരിക. ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവിടെ വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് UDL ആകുമ്പോൾ അതിനെ ഈക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് ആക്കി കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ W-ന് എന്ത് ചെയ്യുക, എത്ര സ്പാനിലാണോ ആ UDL ഉള്ളത് ആ സ്പാനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W/L ആയിരിക്കും. ഓക്കെ, ഇതിന്റെ UDL-ന്റെ യൂണിറ്റ് നോർമലി വരിക kN/m, Nm/m അല്ലെങ്കിൽ Nm/cm, അങ്ങനെ ആ രീതിയിലായിരിക്കും വരിക. ഓക്കെ, യൂണിറ്റ്സ് എല്ലാം വരാം. അപ്പം നമ്മുടെ റിയാക്ഷന്റെ യൂണിറ്റ് എങ്ങനെയാ, kN അല്ലെങ്കിൽ ന്യൂട്ടണിലൊക്കെയാണ് റിയാക്ഷൻ വരിക. അപ്പം നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം, UDL ആയിട്ട് ലോഡ് തന്നാൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് ആക്കി മാറ്റണം. ഓക്കെ, പോയിന്റ് ലോഡ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എത്ര സ്പാനിലാണോ ആ UDL ഉള്ളത് ആ സ്പാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതായിരിക്കും ഈ UDL-ന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ്. ഓക്കെ, W/L. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ ലോഡ് WL ആണ്, അത് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും സിമെട്രിക് ആയതുകൊണ്ട്. അപ്പം റിയാക്ഷൻ അറ്റ് A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും WL/2 ആയിരിക്കും. WL എന്ന് പറയുന്നത് ഈ ബീമിലുള്ള ടോട്ടൽ ലോഡാണ്. സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ടോട്ടൽ ലോഡിന്റെ ഹാഫ് ആയിരിക്കും വരിക. അപ്പം സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് A and B is equal to WL/2. ഓക്കെ, അപ്പൊ സപ്പോർട്ട് റിയാക്ഷൻ നമുക്ക് കിട്ടി. ഓക്കെ, സപ്പോർട്ട് റിയാക്ഷൻ ഡ്യൂ ടു സിമെട്രി VA is equal to VB is equal to WL/2. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ പ്രകാരം എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നുള്ളത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഇവിടെ ചെയ്ത് കാണിക്കാം. ഇപ്പം ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കണം. ഓക്കെ, ടേക്ക് മൊമെന്റ് അബൌട്ട് A or B. ഓക്കെ, ടേക്ക് മൊമെന്റ് അബൌട്ട് A എടുക്കുവാണ്. ടേക്ക് മൊമെന്റ് അബൌട്ട് A, സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് A is equal to 0. അപ്പൊ എയിലേക്കുള്ള മൊമെന്റ് ഒന്ന് VA അല്ലെ. VA എന്ന് പറയുന്നത് എയിൽ തന്നെ ആക്ട് ചെയ്യുന്നു. അപ്പം VA കാരണം മൊമെന്റ് എയിൽ ഉണ്ടായിരിക്കില്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. പിന്നെ ഉള്ളത് W ആണ്. W എങ്ങനെ താഴോട്ട് ആക്ട് ചെയ്യുന്നു, A എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലാണ്. ഓക്കെ, അപ്പൊ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ പ്ലസിലാണ് എടുക്കുക.
അപ്പോൾ ആദ്യം ഇതിനെ ഞാൻ പോയിന്റ് ലോഡാക്കി മാറ്റി ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള, അതായത് W ഇൻറ്റു എൽ. ഓക്കെ, W ഇൻറ്റു എൽ ആണ് യു ഡി എല്ലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ്. അത് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? എത്ര സ്പാനിലാണ് യു ഡി എൽ ഉള്ളത് അതിന്റെ കറക്റ്റ് ഹാഫിലായിരിക്കും, അതായത് L/2 ഡിസ്റ്റൻസിലായിരിക്കും W ഇൻറ്റു എൽ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിലുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ആയി മൊമെന്റ് ആവണമെങ്കിൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അപ്പം ഈ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ്. അപ്പോൾ W ഇൻറ്റു എൽ ഇൻറ്റു L/2. ഓക്കെ, പിന്നെ വി ബി ഉണ്ട് ഇവിടെ അല്ലെ. വി ബി എങ്ങനെയാ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു? എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ലെഫ്റ്റ് ആണുള്ളത്. അപ്പം വി ബി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പം മൈനസ് വി ബി ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് എൽ. ഓക്കെ, ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാം. നമുക്കിത് WL²/2 എന്ന് കിട്ടും, മൈനസ് വി ബി ഇൻറ്റു എൽ ഈക്വൽ ടു 0. WL²/2 RHSലേക്ക് വന്നു കഴിഞ്ഞാൽ മൈനസ് വി ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു മൈനസ് WL²/2 ആവും. മൈനസ് മൈനസ് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പുറത്തുള്ള എല്ലും ഈ സ്ക്വയറിലുള്ള എല്ലിന്റെ സ്ക്വയറിൽ ആ സ്ക്വയറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ബി ഈസ് ഈക്വൽ ടു WL/2 കിട്ടും. ഓക്കെ, ഇനി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കാം. സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള വെർട്ടിക്കൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് വി എ ഉണ്ട്, വി ബി ഉണ്ട്. അത് രണ്ടും മുകളിലോട്ടാണ്. പിന്നെയുള്ള താഴോട്ടുള്ള യു ഡി എൽ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ലോഡ് ഇൻറ്റു അതിന്റെ സ്പാനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, മൈനസ് W ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വി ബി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് WL/2. അപ്പം വി എ പ്ലസ് WL/2 മൈനസ് WL ഈക്വൽ ടു 0. അപ്പോൾ വി എ ഈസ് ഈക്വൽ ടു നമുക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന RHSലേക്ക് കൊണ്ടുവന്നാൽ WL മൈനസ് WL/2 എന്നാവും. ഓക്കെ, WL മൈനസ് WL/2 എന്താ? WL/2. അപ്പം വി എയും വി ബിയും WL/2 ആണ്. ഓക്കെ, അപ്പം നോക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് സിമെട്രിക് ആണോ നോക്കുക. സിമെട്രിക് ആണെങ്കിൽ ആ ബീമിൽ എത്ര ലോഡ് ഉണ്ടോ, എത്ര ലോഡുകൾ അതിൽ ആക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഡ്യൂ ടു സിമെട്രി വി എ ഈസ് ഈക്വൽ ടു വി ബി ഈസ് ഈക്വൽ ടു WL/2. സ്റ്റെപ്പ് 2 ആണ് ഷിയർ ഫോഴ്സ്. ഓക്കെ, ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ എടുത്തു തുടങ്ങുവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ, FA എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവും ആണ് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്വേർഡ് ഫോഴ്സ് ആണ് FA. ഓക്കെ, എയിലുള്ളത് അപ്വേർഡ് ഫോഴ്സ് ആണ്, അതായത് വി എ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് WL/2. അപ്പോൾ അത് ഞാൻ എഴുതി. അപ്പോൾ എയിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് WL/2 ആണ്. വേറെ ലോഡുകളൊന്നും അതിന്റെ ലെഫ്റ്റിലേക്കില്ല. അപ്പം ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസ് WL/2. ഇനി അടുത്ത ഈ സി എന്ന് പറയുന്ന പോയിന്റിലും കൂടെ മിഡ് പോയിന്റിലുള്ള ഷിയർ ഫോഴ്സും കൂടി കണ്ടുപിടിക്കുകയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് സി, FC ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുകളിലോട്ട് WL/2 ഉണ്ട്. പിന്നെ സി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായിട്ട് പിന്നെ യു ഡി എല്ലും ഉണ്ട് അല്ലെ. അതായത് L/2 ഡിസ്റ്റൻസിൽ യു ഡി എൽ ഉണ്ട് സിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇവിടെയുള്ള ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് W. ഓക്കെ, അപ്പോൾ അത് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഈ ലോഡ് ഈ ഹാഫ് ഡിസ്റ്റൻസ് വരെയുള്ള ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ സ്പാനുമായിട്ട് L/2 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. L/2 വരെ അല്ലേ ഉള്ളൂ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് എ ആണ്. അപ്പോൾ സി വരെയുള്ള ഡിസ്റ്റൻസ് L/2 ആണ്. ലോഡ് ആക്ട് ചെയ്യുന്നത് W ആണ്. അപ്പോൾ W ഇൻറ്റു L/2 ചെയ്യാം. ഓക്കെ, W ഇൻറ്റു L/2. അപ്പോൾ WL/2 മൈനസ് W ഇൻറ്റു L/2 എന്ന് പറയുമ്പോൾ WL/2 മൈനസ് WL/2 തന്നെയാണ്, ദാറ്റ് ഈസ് 0. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി നമുക്ക് 0 കിട്ടി. ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് ബി. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മുകളിലോട്ട് WL/2 ഉണ്ട്, മൈനസ് യു ഡി എൽ ആണ്. യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഫുൾ സ്പാനിലാണ്. ബി വരെ ആ ഫുൾ സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ W ഇൻറ്റു എൽ. അപ്പോൾ WL/2 മൈനസ് W ഇൻറ്റു എൽ. അപ്പോൾ മൈനസ് WL പ്ലസ് WL/2 എന്ന് പറയുന്നത് മൈനസ് WL/2 ആയിരിക്കും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് മൈനസ് WL/2 ആണ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ, FA ഈസ് ഈക്വൽ ടു VA. ഓക്കെ, അവിടുത്തെ റിയാക്ഷൻ തന്നെയാണ്. ആ റിയാക്ഷന്റെ വാല്യൂ WL/2. ഷിയർ ഫോഴ്സ് അറ്റ് സി, FC ഈസ് ഈക്വൽ ടു WL/2, എയിലുള്ള റിയാക്ഷൻ മൈനസ് L/2 വരെയുള്ള ലോഡ്. അപ്പോൾ W ഇൻറ്റു L/2, ദാറ്റ് ഈസ് WL/2 മൈനസ് WL/2 ഈസ് ഈക്വൽ ടു 0. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് WL/2, എയിലുള്ള റിയാക്ഷൻ മൈനസ് യു ഡി എൽ ആ ഫുൾ സ്പാനിലുള്ള മൈനസ് W ഇൻറ്റു എൽ, ദാറ്റ് ഈസ് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ മൈനസ് W പുറത്തെടുത്താൽ L മൈനസ് L/2 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, മൈനസ് WL, മൈനസ് W ഇൻറ്റു എൽ, മൈനസ് WL
മൈനസ് ഡബ്ല്യു ഇൻറ്റു മൈനസ് എൽ ബൈ ടു എന്ന് പറയുന്നത് പ്ലസ് ഡബ്ല്യു എൽ ബൈ ടു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. എൽ മൈനസ് എൽ ബൈ ടു എന്ന് പറയുന്നത് എൽ ബൈ ടു തന്നെയാണ്. അപ്പോൾ മൈനസ് ഡബ്ല്യു എൽ ബൈ ടു ആണ് ഷിയർ ഫോഴ്സ് അറ്റ് ബി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് 3 ബെൻഡിങ് മൊമെന്റ് ആണ്. ഇതും ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാം. സ്റ്റെപ്പ് 3 ബെൻഡിങ് മൊമെന്റ് ഫ്രം ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ്. ഓക്കെ, ക്ലോക്ക് വൈസ് മൊമെന്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഈസ് anti-clockwise moment is negative. Okay, anti-clockwise moment is negative. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ട് ബീമിൽ അതിന്റെ സപ്പോർട്ട്സിൽ ബെൻഡിങ് മൊമെന്റ് വിൽ ബി 0. നമുക്ക് ആദ്യമേ നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് എയും ബിയും 0 ആണെന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ ചെയ്തൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, ഓക്കെ, അവിടെ വി എന്ന് പറയുന്ന റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഫ്രീ ബോഡി ഡയഗ്രം ഒന്നും കൂടി എടുത്ത് വരയ്ക്കാം. ഇവിടെ ഡബ്ല്യു, ഫുൾ സ്പാൻ എൽ, ഇത് ഹാഫ് ഡിസ്റ്റൻസ് എൽ ബൈ ടു ഇവിടം വരെ. ഓക്കെ, എൽ ബൈ ടു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എ സി ബി ബെൻഡിങ് മൊമെന്റ് അറ്റ് എ. ഇവിടെ ഏതാ ഉള്ളത്? ഡബ്ല്യു എൽ ബൈ ടു റിയാക്ഷൻ. ഇവിടെ ഡബ്ല്യു എൽ ബൈ ടു റിയാക്ഷൻ. അപ്പോൾ ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല എയിൽ തന്നെ അല്ലേ, എയിലുള്ള മൊമെന്റ് എടുക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു 0 എന്നാണ് വരിക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എയിലുള്ള മൊമെന്റ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഫോഴ്സും എയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാരണം മൊമെന്റ് അവിടെ ഉണ്ടാവുന്നില്ല. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ 0. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുമ്പോൾ ഡബ്ല്യു എൽ ബൈ ടു ഉണ്ട്. അപ്പോൾ ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു ഡബ്ല്യു എൽ ബൈ ടു എങ്ങനെ ആക്ട് ചെയ്യുന്ന മുകളിലോട്ടാണ്. സി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് വന്ന് സി റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് വരിക. അപ്പോൾ പ്ലസ്സിൽ എഴുതാം ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എൽ ബൈ ടു. പിന്നെയുള്ളത് യു ഡി എൽ ആണ്. യു ഡി എൽ എങ്ങനെ ആക്ട് ചെയ്യുന്ന താഴോട്ടാണ്. അപ്പോൾ ലോഡ് താഴോട്ട് വന്നിട്ട് സി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റിലാണ്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ മൈനസ് അവിടെയുള്ള യു ഡി എല്ലിനെ ഫസ്റ്റ് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡാക്കി മാറ്റുക. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു. ഓക്കെ, ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? എൽ ബൈ ടുവിന്റെ ഹാഫിലായിരിക്കും. ഓക്കെ, ഈ ഹാഫ് ഡിസ്റ്റൻസിലുള്ള ലോഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആ വേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് ആദ്യം പോയിന്റ് ലോഡാക്കി മാറ്റി ഡബ്ല്യു ഇൻറ്റു ഹാഫ് ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? എൽ ബൈ ടുവിന്റെ ഹാഫിലായിരിക്കും. ഓക്കെ, അവിടുന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഹാഫ് ഓഫ് എൽ ബൈ ടു. ഓക്കെ, ഹാഫ് ഓഫ് എൽ ബൈ ടു. അപ്പോൾ ഇതായിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വരുന്നത്. ഓക്കെ, ഡബ്ല്യു ബൈ ടു ഇൻറ്റു എൽ ബൈ ടു മൈനസ് ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു ഹാഫ് ഓഫ് എൽ ബൈ ടു. ഇത് ഹാഫ് ഡിസ്റ്റൻസിൽ യു ഡി എല്ലിന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡാണ്. അത് ആക്ട് ചെയ്യുന്നത് എൽ ബൈ ടുവിന്റെ ഹാഫിലായിരിക്കും. അപ്പോൾ അവിടുന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ബൈ ടുവിന്റെ ഹാഫ് തന്നെയാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എൽ ബൈ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എൽ ബൈ ടു മൈനസ് ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു ഹാഫ് ഇൻറ്റു എൽ ബൈ ടു, ദാറ്റ് ഈസ് എം സി ഇസ് ഈക്വൽ ടു ഇത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 4 ആണ് അല്ലെ. 2 ഇൻറ്റു 2 4 ആയി, എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ ആയി, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 4 മൈനസ് ഇവിടെ ഡബ്ല്യു ഉണ്ട്, എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ ആയി, 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ആണ് അല്ലെ. 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8. അപ്പോൾ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 4 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആയി. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്താൽ 8 കൺസിഡർ ചെയ്താൽ ഇവിടെ നമ്മൾ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 2 ഡബ്ല്യു എൽ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 2 ബൈ 8 എന്ന് പറയുമ്പോൾ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡബ്ല്യു എൽ സ്ക്വയർ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് പറയുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡബ്ല്യു എൽ ബൈ 2 അതിന്റെ റിയാക്ഷൻ ഇൻറ്റു ബി വരെയുള്ള ഡിസ്റ്റൻസ് എല്ല് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. പിന്നെ ആന്റി ക്ലോക്ക് വൈസിൽ യു ഡി എൽ. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ അത് പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്നത് എല്ലിന്റെ ഹാഫിലാണ്. അപ്പോൾ അവിടുന്ന് ഹാഫിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എൽ ബൈ ടു. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ആയി, ദാറ്റ് ഈസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2. ഓക്കെ, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 0. അപ്പം ബെൻഡിങ് മൊമെന്റ് അറ്റ് ബിയും ബെൻഡിങ് മൊമെന്റ് അറ്റ് എയും 0 ആണ്. അത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ പ്രകാരം ചെയ്തിട്ട് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ്.
ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ വീണ്ടും ബീം എടുത്ത് വരച്ചു. അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഓക്കെ, എ എന്ന് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, സി എന്ന് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ബി എന്ന് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ആദ്യം ബേസ് ലൈൻ വരച്ചു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. എ സി ബി, ഓക്കെ, ബേസ് ലൈൻ ഇതാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് WL/2 ആണ്, പ്ലസ് ആണ്. അപ്പോൾ ഇതിന്റെ മുകളിലോട്ട് വരച്ചു. ബേസ് ലൈനിന്റെ മുകളിലോട്ട് പ്ലസും താഴോട്ട് മൈനസും ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് +WL/2 ആണ്. അപ്പോൾ മുകളിലോട്ട് വരച്ചു. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് -WL/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ UDL ആയതുകൊണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്, അതായത് യൂണിഫോംലി തന്നെയാണ് ഇതിന്റെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത്. അപ്പോൾ ഇത് 0 ഇപ്പം ഇവിടെ റിയാക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ UDL ഇങ്ങനെ യൂണിഫോം ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ WL/2 എന്നത് 0ലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട്, ഓക്കെ, സി വരെ വരച്ചു. സി എന്ന് 0 എന്നത് WL/2ലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ 0 അത് WL/2ലേക്ക് വരച്ചു. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് WL/2 -WL/2ലേക്കാണ്. സെൻട്രൽ പോയിന്റിൽ ആ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആവും. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്, ഷിയർ ഫോഴ്സ് 0 ആവുന്ന അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് സി ആണല്ലോ. ഷിയർ ഫോഴ്സ് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റ്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ്. ഓക്കെ, ഷിയർ ഫോഴ്സ് 0 ആവുന്ന സ്ഥലത്ത് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഷിയർ ഫോഴ്സ് 0 ആവുന്ന സ്ഥലത്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ബീം അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2 പോയിന്റിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ അത് 0 ആവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 0 ആവുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റും കൂടെ കണ്ടുപിടിച്ചോളണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷിയർ ഫോഴ്സ് വാല്യൂസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പം ഷിയർ ഫോഴ്സ് അറ്റ് സി ABCD എന്ന് പറഞ്ഞ 4 പോയിന്റ് ഉണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് സിയും ഷിയർ ഫോഴ്സ് അറ്റ് ഡിയും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൽ സിയിലുള്ള വാല്യൂ പോസിറ്റീവും ഡിയിലുള്ള വാല്യൂ നെഗറ്റീവും ആണെങ്കിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ എവിടെയോ അത് ഷിയർ ഫോഴ്സ് 0 ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 0 ആവുന്ന പോയിന്റിന് ഒരു പേര് കൊടുത്തിട്ട് ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ആ 0 ആവുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് വാല്യൂസും കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിരിക്കും. കാരണം ആ കറസ്പോണ്ടിങ് പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരച്ചു. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് A is 0, ബെൻഡിങ് മൊമെന്റ് അറ്റ് C is WL²/8, അതായത് 0 ആയ പോയിന്റിൽ മാക്സിമം വാല്യൂ വന്നു. ബെൻഡിങ് മൊമെന്റ് അറ്റ് B is 0. ഓക്കെ, UDL ആയതുകൊണ്ട് ഇതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് പാരബോളിക് ആണ്. ഓക്കെ, പാരബോളിക് ആയിട്ട് 0 എന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, പാരബോളിക് ആയിട്ട് അത് WL²/8ലേക്ക് എത്തി. അവിടുന്ന് 0ലേക്ക് വന്നു. ഓക്കെ, 0 WL²/8 ആൻഡ് ഫ്രം WL²/8 to 0. അത് പാരബോളിക് ആയിട്ടാണ് വേരിയേഷൻ. ബേസ് ലൈൻ ACB, ഓക്കെ, അതിന്റെ മുകളിലോട്ടാണ് വരുന്നത്. കാരണം ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് പ്ലസ്സിലാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് മാർക്ക് ചെയ്തു, പോർഷൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഈ ഹൈറ്റ് WL²/8 ആണ്, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ദിസ് ഈസ് WL²/8. ഓക്കെ, ദിസ് ഈസ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ.